നിന്നെ പോലത്തെ കുറെ ഡാൻസുകൾ കൊണ്ടാണ് ഇവിടെ ആരും ഒന്നും ചെയ്യാൻ പറ്റില്ല. മനസ്സിലായോ? പുള്ളി തമാശക്ക് പറയണതാ. നിന്നെ പോലത്തെ കാരണമാണ് ഒരാൾ ഇവിടെ ഇനിഷ്യേറ്റീവ് പോലും എടുക്കാതെ. സത്യം പറയാം, എന്തെങ്കിലും ഇനിഷ്യേറ്റീവ് എടുത്ത് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവരെ ഇങ്ങനെ കുറ്റപ്പെടുത്തി ചാറ്റിലും താറ്റി ഇതാക്കി ഒന്നുമില്ല. ഡെയിലി കുറെ PVP മാത്രം. നിനക്ക് അതേ പറഞ്ഞിട്ടുള്ളൂ. മനസ്സിലായി? മൂന്ന് കണ്ണ് മിസ്സിംഗ് ഉണ്ട് നമ്മുടെ ലോക്കറിൽ. 15 എടുത്തല്ലേ? ഇപ്പൊ എടുത്ത് കാണണ എന്റെ കയ്യിലുണ്ട്. ഇവൻ എന്തോ വലുത് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ചന്ദ്രൻ. അണ്ണ ബോസണ്ണ ഒരു കാര്യം കൂടെ പറയാൻ പറഞ്ഞു. ബോസണ്ണനെ ഇനി ആര് കാണണമെന്ന് ബോസണ്ണൻ തീരുമാനിക്കുമെന്ന് പറയാൻ പറഞ്ഞേ. ബോസണ്ണനാ ചന്ദ്രനാ? ചന്ദ്ര എന്തെങ്കിലും പറഞ്ഞായിരുന്നോ നീ? ചന്ദ്ര ഹലോ ബോസണ്ണ ഹലോ, നീ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? അണ്ണ ഇപ്പൊ വരുമെന്ന്. അണ്ണ കാണാൻ വരുമ്പോ വിളിക്കാം, ഞാൻ വരാന്ന്. നിന്നെ കാണണമെന്ന് ആര് തീരുമാനിക്കുമെന്ന് അങ്ങനെ എന്തോ പറയാന്ന് പറഞ്ഞ ഏബല്. കാണാൻ തീരുമാനിക്കുമ്പോ ഞാൻ വരാന്ന് പറയാം. അങ്ങനെ അതെ. TVS സൂപ്പർമാൻ എവിടെ? TVS സൂപ്പർമാൻ നമ്മുടെ ഗാംഗോസിന്റെ വഴി അങ്ങോട്ടാണ്. നേരെ പോയി ലെഫ്റ്റ്. അല്ല എനിക്കറിയാം. ഒരു പാട്ടില്ല മാമ പമ്പ ഗണപതി. പിന്നെ നമ്മുടെ ഗ്യാങ് എവിടെയാണ് കിടക്കുന്നത് എല്ലാ ദിവസവും? എടാ വാസ്തുണ്ടാന്നാ നീ ഇപ്പൊ അങ്ങനെ ചോദിച്ചേ? എടാ വാസ്തുണ്ട എന്തൊക്കെയുണ്ട് പിന്നെ വെച്ചിട്ടത്? അങ്ങനെ കേട്ടു നോക്കിയത്. ഞാൻ ഈ റേഡിയോയുടെ ബട്ടൺ മാറി പോവാടാ എനിക്ക്. ഞാൻ എന്താ ഗ്യാങ്ങോസിന് തൊട്ട് ഫ്രണ്ടിലെത്തി. ഒന്നും ചെയ്യല്ലേ? ഞാൻ അങ്ങോട്ട് വരും, വന്നതിന് ശേഷം തീരുമാനം എടുക്കാം. വേറെ അതിനു മുമ്പ് ഒന്നും തീരുമാനം ഒന്നും എടുക്കല്ലേ. ഒരു കുഴപ്പം പറ്റിയണ്ണ എന്റെ പൊന്ന് ചന്ദ്ര, സ്വാമി ചന്ദ്ര എന്നോട് ഇങ്ങനെ സംസാരിക്കല്ലേ. സ്വാമിയാണെങ്കിൽ ചന്ദ്രന്റെ കൂടെ നിൽക്കാതിരിക്കണായിരിക്കും ബെറ്റർ. ഞാനുണ്ടല്ലോ എനിക്കൊരു അബദ്ധം പറ്റിയണ്ണ. കഴിഞ്ഞ ദിവസം CCTV നോക്കിക്കൊണ്ടിരിക്കാൻ നേരത്തെ CCTVയില് വെള്ളം വീണണ്ണ. CCTV എന്റെ അടിച്ചു പോയി. അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ ഓൾറെഡി. ഇല്ല ഇന്നലെ ആയിരുന്നു അണ്ണ. ഇന്നലെ രാവിലെ നോക്കിയപ്പോ വർക്കിംഗ് അല്ലായിരുന്നു. മാറ്റി വെച്ചായിരുന്നു. അതെ റിപ്പയർ ചെയ്ത്. ഓ ആളൊക്കെ വന്ന് റിപ്പയർ ചെയ്തതൊക്കെ. പിന്നെ ബോട്ടാ സൂപ്പർമാൻ അകത്തോട്ട് വരുമോ? പാട്ടിടാൻ പറ്റൂല ചേട്ടാ. വന്നിട്ട് അണ്ണാ പാട്ടിടാൻ പറ്റുന്നില്ല കേട്ടോ. ചെറിയ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് ഇവിടെ. പ്രശ്നമായെന്ന് തോന്നാട്ടാ. ചന്ദ്രൻ CCTVയിൽ വെള്ളം കോരി വെച്ചാണ് പറഞ്ഞ. ഇല്ല അത് എന്റെ കയ്യിൽ അറിയാണ്ട വീണതാ. എന്റെ കയ്യിൽ നിന്ന് അറിയാണ്ടേ പ്രൈവസി വേണം. കുറച്ച് മാറിക്കാം. ഫിറ്റ്നസിൽ കുറച്ച് കോൺസെൻട്രേറ്റ് സ്കോട്ട് അടിക്കാവാ. കോച്ചെ ഊത്ത വേറെ കേട്ടാ. ആരോഗ്യം വേണ്ടേ കോച്ച്? ആരോഗ്യം വേണ്ടേ? ആരോഗ്യം നോക്കണേ കോച്ച്. ഫുൾ എക്സർസൈസ് കോച്ച്. കയ്യില് മണി സൗണ്ട് എടുത്തേക്കണേ. മണി സൗണ്ട് എടുത്തേക്കണേ. കേട്ടോ മുണ്ടായേ കോട്ടിന്റെ അറ്റം എത്തുമ്പോ ഒരു ശബ്ദം.
ഈ സൗണ്ട് അതാണ് ഞാൻ നോക്കണേ. മാമ ഇത് കുൻഫു മനസ്സിലല്ലേ? പറയില്ല അവിടെ മാലട്ടി പറയില്ല. അണ്ണ എത്ര അടിക്കണ? എത്ര റൗണ്ട് പോകണ? വാസന എനിക്ക് പറയാൻ പറ്റുന്നുണ്ടല്ലോ. അണ്ണ മുണ്ട് മുണ്ട് ലേശം അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നാക്കിയ നന്നായിരിക്കും. അണ്ണ 50 അടിക്കണം. അണ്ണാ നമ്മളെ ഇന്നോട്ട് കുറച്ച് ഹെൽത്തി ആയിട്ട് കാര്യങ്ങളൊക്കെ ഹെൽത്തി പരമായിട്ട് എല്ലാരും ഗ്യാങ്ങിൽ എല്ലാരും വാർത്തെടുക്കണം എന്റെ ആഗ്രഹമാണ്. അപ്പൊ ഇന്നോട്ട് അതിനായിട്ടുള്ള പരിപാടി നമ്മൾ എത്ര നാളായിട്ട് ഈ ജിമ്മൊക്കെ ഇവിടെ പണിതിട്ടിരിക്കുന്ന ആരും ഒന്നും ചെയ്യാറില്ലല്ലോ. ഇല്ല അണ്ണാ ഞാൻ വേറെ പല പരിപാടിയുണ്ട്. ഇവിടെ ഞാൻ മാത്രമേ വർക്കൗട്ട് ചെയ്യാറുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ ഇന്നോട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് അണ്ണാ ഈ കോച്ചിന് ഇവിടെ ഗ്യാങ് ഹൗസിൽ കിടക്കാൻ സ്ഥലമില്ലെന്ന് എന്താ നമ്മളീ കേക്കണേ? കോച്ച് സ്ഥലമില്ലെന്നോ? കോച്ച് പറഞ്ഞേ ഇവിടെ പുള്ളിക്കാരി എവിടെ കിടന്ന് ഉറങ്ങണമെന്ന് വെച്ചപ്പോഴത്തേക്ക് വേറെ വീട്ടിലെന്ന്. കോച്ച് എന്തൊരു വലിയ വീടുള്ളപ്പോ പിന്നെ കോച്ച് എന്തിനാ? ഇല്ലടാ എനിക്ക് റൂമില്ലെന്നാ പറഞ്ഞു. വേറെ ഇത്ര റൂം എടുക്കണല്ലേ കോച്ച് ഇവിടെ? എവിടെ ഇருக்கு? എവിടെ റൂം കാണിക്കേ? ഉങ്ക 2 പേര് റൂം കാണിക്കേ ഫസ്റ്റ്. അതെ ഇവിടെ 10-40 ജീവിച്ച ഒരു വീടാണിത്. ഇവിടെ ജാക്കി ചാൻ 10-40 ജീവിച്ച ഒരു വീടാണിത് കോച്ച്. ഇവിടെ കോച്ചിന് കിടക്കാൻ സ്ഥലമില്ലെന്നോ? ശിവ എന്താ പറഞ്ഞ കേട്ടില്ല. ട്രഷർ ഉണ്ട് ഗാങ്സിന് വേണ്ടി മാത്രം 75 കോടി. 4 പേരെ വരത്തുള്ളൂ. 4 പേര് ഇരിക്കാൻ ലൊക്കേഷൻ 1001 റേഡിയോ 555. വണ്ടിയുടെ ഡിക്കി അണ്ണാ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇങ്ങനെ ആളെ കയറ്റി വലിയ സീനൊക്കെ ആയതാ. കഴിഞ്ഞ സിറ്റിയിലെ ഇവന്റ് 500 കോടിയുടെ ഇവന്റിന് നീഗൻ സെക്കൻഡ് പ്രൈസ് ആവുന്നത്. ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് കേട്ടാ. അണ്ണാ അത് കേട്ടില്ല. 500 കോടിയില്ലേ സെക്കൻഡ് പ്രൈസ് കിട്ടിയണ്ട. പക്ഷെ നമ്മളത് വേണ്ടാന്ന് വെച്ച് എന്നിട്ടത് പറയാൻ എന്താന്ന് കീബോർഡ് ഒരു പരിപാടിക്ക് പേരെടുക്കാതെ പോയി അടിച്ചു വന്നു എല്ലാരെയും. എവിടെ പോയി? പേര് കൊടുത്തില്ല. അല്ല അണ്ണ ആലോചിച്ച് നോക്കണേ. അതായത് 2 വണ്ടി മത്സരത്തിൽ, അതായത് ഇതാണ് ചില്ലിയായിലോട്ട് 2 അങ്ങോട്ട് പോണ വഴിക്ക് പറയാം 1001. വാ ഓ ഞാൻ ഇരുന്നോളാം അളിയാ. അറിയത്തില്ലല്ലോ. എങ്ങനെ കേട്ടില്ല? ഗ്യാങ് വേണ്ടി പോ. വാ മീറ്റിംഗ് കോച്ച് ഇത് ഗ്യാങ്ങുകളിൽ കൊറേ തുരുമ്പടത്ത് നമ്മുടെ 3 ഗണ്ണ് മിസ്സിംഗ്. എവിടെ വണ്ടി പോയാ? അണ്ണപ്പോയാടാ? അണ്ണാ 3 ഗണ്ണ് മിസ്സിംഗ് ഉണ്ട് നമ്മുടെ ലോക്കറിൽ. ചോദിച്ചു നോക്കുന്നു. 3 ഗണ്ണോ? 3 ഗണ്ണ് മിസ്സിംഗ്. ഇന്ന് ഉച്ചക്കാരിൽ കണ്ടെടുത്ത് നോക്കിയേ. ഇത് ഫുള്ളായോ? ഇത് ഫുള്ളായി. അപ്പൊ നീ ഞാനിപ്പോ ഇത് വേണ്ട ബോറാണ്. സിറ്റിയിൽ അല്ലെങ്കിൽ കോച്ചന്റെ കാര്യം ഫംഗ്ഷൻ പ്ലസ് ടാബ് 5 സെക്കൻഡ് ഫ്രം ഓമിലോ യൂസർ മാനുവൽ ഫംഗ്ഷൻ പ്ലസ് ടാബ്. സംസാരിക്കല്ലേ? അത് അയ്യപ്പൻ. ലെറ്റ്സ് ഗോ ബ്രോ. പോയി. ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ ഞാനുണ്ട്. എടാ 1001 അല്ലേ? 1001 അല്ലേ റേഡിയോ? അത് കേറാൻ പറ്റുന്നോ എനിക്ക്? 1001 റേഡിയോ അല്ലടാ, 1001 സ്ഥലം.
താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് ഉച്ചക്കാരിൽ കണ്ണെടുത്ത ഗ്യാങ് ഹൗസിൽ இல்லடா எனக்கு நான் இப்பதான்டா உள்ள வந்தேன் சிட்டிக்கு കേടായിപ്പോയ CCTV ഇല്ലേ ബോസണ്ണ അത് ആവശ്യം രാവിലെ ശരിയാക്കി അതേ ശരിയാക്കിയടാ അതേ ശരിയാക്കി ഞാൻ നോക്കിട്ട് പറയാം ആരെ കണ്ണെടുത്തത് എല്ലാം പോയെന്ന് തോന്നുന്നു വെള്ളം എല്ലാവരും എന്റെ ഫോണിലുണ്ട് ഞാനിപ്പോ നോക്കിട്ട് ചെക്ക് ചെയ്തിട്ട് പറയാം നല്ലവരും ഞാൻ രാവിലെ തന്നെ അത് ശരിയാക്കിയായിരുന്നു ഞാൻ നോക്കിയപ്പോ ഞാൻ ഇന്നലെ നല്ല ലേറ്റ് ആയിട്ട് ഉറങ്ങിയത് അപ്പൊ ഞാൻ നോക്കിയപ്പോ കുറച്ച് നോക്കിയപ്പോ രാവിലെ നോക്കിയപ്പോ അത് വർക്കിംഗ് ആവാതിരിക്കണം ഞാൻ അപ്പൊ തന്നെ വാക്ക് പറഞ്ഞു ഞാനും എഴുന്നേറ്റ് നീ വാങ്ങിക്കോ അണ്ണാ അതെ ഈ ഡ്യൂറബിലിറ്റി അതായത് 5-ന് താഴെ 7, 8 ആ റേഞ്ചൊക്കെ വന്ന കൺസില്ലേ അതൊക്കെ ഞാൻ ഒന്ന് ആക്രി കൊടുക്കാൻ വേണ്ടി എടുത്തേ. ഞാൻ പറഞ്ഞുതരാം 1 2 3 4 5 10 15 എണ്ണം ഇപ്പൊ എടുത്ത് കാണണം എന്റെ കയ്യിലുണ്ട്. കാണണം അത് കാണണം എണ്ണി കാണിക്കണമെന്നാണ് പറയണത്. അണ്ണനെ കൊടുക്കുമ്പോ നോക്കിക്കോടി ചന്ദ്ര ഫുൾ തുരുമ്പാണേ ഫുള്ള് കേടായിരിക്കണം എടുത്തിട്ട് കാര്യമില്ല അലർജിയാണ് അത് കുഴപ്പമില്ല അതൊക്കെ നിങ്ങൾ എത്രയും കൺസേൺ ആവല്ലടാ എന്റെ കാര്യത്തിൽ ഇത്രയും കൺസേൺ ആവല്ലേ എന്റെ കാര്യത്തിൽ. സൈഡിലൂടെ നിർത്തി കാണിച്ചു തരാം. എന്ത് പറയാൻ അപ്പൊ പോണില്ലേ? ഇല്ല പരിപാടി തുടങ്ങുവേ. പോകണത് ടൈമില്ലല്ലോ. 15 കണ്ണല്ലേ അത് കറക്റ്റ് 15 എണ്ണം എണ്ണീറ്റ് ഇല്ല ഞാൻ ഇടാതെ എടുക്കല്ലേ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 അതിലൊരു കാർബൺ ഡ്രൈവിൽ അത്യാവശ്യം ഉണ്ട് അത് ഞാൻ എടുക്കുക. കഴപ്പല്ലേ അവന് ചെറുവിളില്ലാത്ത കണ്ണ എടുത്തെന്ന് അവൻ പറഞ്ഞത്. അണ്ണനിപ്പോ ചന്ദ്രന്റെ പണ്ടത്തെ പോലെ ഒരു വിശ്വാസം ഇല്ലാത്ത പോലെ എനിക്ക് തോന്നണം. തോളത്തിരിക്കുന്ന നീയല്ലേടാ നീ അതുകൊണ്ടാ. കോച്ച് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടോ. എനിക്ക് അത്യാവശ്യം ഇവിടത്തെ ഇപ്പൊ ടീംസിനൊക്കെ അറിയാവേ. അത്യാവശ്യം ബ്ലാക്കിനൊക്കെ വർക്ക് ചെയ്യണവരൊക്കെ കുറച്ച് ഇല്ലീഗൽ കണക്ഷൻസ് കോച്ചിന് ഇപ്പൊ ഈയിടെയായിട്ട് ഉണ്ടെന്ന് അറിയുന്നുണ്ടല്ലോ. ഞാൻ കോച്ചിനൊന്നും ഒരു കണക്ഷൻസും ഇല്ല. ഇല്ലീഗൽ മീറ്റിംഗ്സ് എന്തൊക്കെ ഇല്ലീഗൽ ഇറങ്ങി വരും. ഇവിടെ സംസാരിക്കല്ലേ വണ്ടി ഇവിടുത്തെ സാധാരണക്കാരന്റെ ബ്രെയിൻ അല്ല ബോസ്. ഒരു ഗ്യാങ്ങിന്ന് 4 പേർക്കാണ് മാക്സിമം പങ്കെടുക്കാൻ പറ്റുക. ഇന്നലെ മെസ്സേജ് അയച്ചിട്ട് തിരിച്ചു പോലും അയച്ചില്ലടാ എനിക്ക്. ഹാപ്പി റോസ് ഡേ ദർശു, ഹാപ്പി റോസ് ഡേ ലൂസിയ, ഹാപ്പി റോസ് ഡേ ലൂസിയ. ഹാപ്പി റോസ് ഡേ ദർശു. അണ്ണാ സ്വാമിയ ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ മോശമായിട്ട്. ഞാൻ ഒന്നും മോശമായിട്ട് പറഞ്ഞില്ല. ഹാപ്പി പ്രപ്പോസ് ഡേ, ഒരു നല്ല ദിവസം വിഷ് ചെയ്തു. അത്രേ ഉള്ളൂ. അണ്ണാ ഇത് ഭയങ്കര വിഷമമുട്ടാണ് കാര്യമാണ്. അണ്ണാ കോച്ച് എന്നോട് സംസാരിക്കുന്ന രീതി എന്ന് പറഞ്ഞാ
ഞാൻ ഒട്ടും ഗ്യാങ്ങിനോടൊത്തും കമ്മിറ്റ്മെന്റ് ഇല്ലാത്ത രീതിയിൽ എന്നൊക്കെയാണ് കോച്ചിനോട് സംസാരിക്കുന്നത്. കുറച്ച് കാര്യം അങ്ങനെയാണല്ലോ, അത് express ചെയ്യണം പലവട്ടം പറഞ്ഞില്ലേ ഞാൻ. இல்ல வந்துட்டு கேங்குக்கு உண்மையா இல்ல எதனால தெரியுமா அவன் பணி எடுக்காத 17 கோடி கடன் வாங்கி உன்கிட்ட கொடுத்து அதுக்காக தான் நான் പറഞ്ഞു ചന്ദ്രൻ ഇത് ചന്ദ്രൻ അണ്ണാ നമ്മുടെ വേർപ്പൊന്നൊരു വിലയില്ല അണ്ണാ. നമ്മളൊക്കെ പട്ടിയെ പോലെ പഴയ വന്ന് കോച്ച് நான் இரு ஜூடு வரட்டும் அவன் பேர் எனக்கு மறந்து போய் ചന്ദ്രൻ എന്താ കോച്ച് പറഞ്ഞ പേര് മറന്നുപോയ കോച്ച് നമുക്ക് കോച്ച് എന്തെങ്കിലും വൈരാഗ്യം ഉണ്ടെങ്കിൽ കോച്ച് എന്നോട് പറഞ്ഞു തരും കോച്ച്. അല്ലാണ്ട് ഇങ്ങനെ കുത്തി സംസാരിക്കില്ല കോച്ച്. ഭയങ്കര വിഷമമാണ് കോച്ച്. 17 கோடி வாங்கியிருக்கான் பிளாக் மணி அதை எடுத்து வந்து உங்களுக்கு கொடுத்து 17 കോടിയോ? ആരോട് 17 കോടി വാങ്ങിച്ച് തെളിവുണ്ടോ? എടാ ഞാൻ ഒരു കാര്യം അഭിനയം കണ്ടാ അറിയാം. നീ എ ക്ലാസ് അഭിനയോ? നീ ഒരു പണിക്ക് നിനക്ക് വിയർപ്പിന്റെ അസുഖമുള്ള നിനക്ക് നിന്റെ ബോസിനും മനസ്സിലായി. മറന്നുപോലണ പല സാഹചര്യങ്ങളിലും എന്നിട്ട് അണ്ണ ഇത് അവന്റെ അടുത്ത് മൊത്തം കിട്ടിങ്ങനെ സംസാരിക്കലാണ്ട് ഒരിക്കലും. അത് വളരെ മോശമായിട്ട് പലവട്ട പീഡിയുടെ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും ചന്ദ്രൻ ഇതൊക്കെ എന്ത് ചന്ദ്രൻ ഇതൊക്കെ അണ്ണ ഇതായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഇറലവന്റ് ടോപ്പിക്കുകളാണ് സംസാരിക്കണത് ഇവൻ. வாசு ஆக்சுவலி ஆஷ் தான் என் கூட இருந்தா. ஆஷ் கேளு ஒரு பையன் வந்து நம்மள விழிச்சானா இல்லையான்னு கேட்டு പറഞ്ഞാ ഒരു പയ്യെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അവനെനിക്കൊരു 20 കോടി തരാനുണ്ട്. நீ கொஞ்ச நேரம் சைலண்டா ராம സംസാരിக்க விட அவனை. ആരാന്ന് മനസ്സിലായോ? അന്ന് ഗ്യാങ് ഫണ്ട് കളക്ട് ചെയ്തപ്പോ ഒരു പയ്യൻ നീഗിനെ കണ്ടെന്ന് പറഞ്ഞു. അണ്ണ അവൻ എനിക്ക് പൈസ തരാണ്ട് പറഞ്ഞില്ല അണ്ണ. ആ പൈസ അവൻ എനിക്ക് തന്നിട്ടാണ് ഞാൻ തന്നത്. ബാക്കി 4 കോടി എന്റെ ഉണ്ട്. ഇതൊരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ആക്ച്വലി ഇവർക്ക് പറ്റിയത്. ഞാൻ പറയട്ടെ, ഇത് അങ്ങനെയല്ല. എവനും വേറെ കൂടി ഒരു ബിസിനസ് ചെയ്തു. എന്റെ കുറച്ച് കാശൊക്കെ വാങ്ങിയിട്ട് എന്തൊക്കെ ബിസിനസ് ചെയ്യണമെന്ന് പറഞ്ഞ 2 കൂടി പോയി ചെയ്ത്. എന്നിട്ട് യവന്മാർ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് യവന് ഷെയർ കുറവെന്ന് പറഞ്ഞ് യവന്മാർ അടിച്ച് പിണങ്ങി. മനസ്സിലായില്ലേ? അന്നേരം അവൻ ഷെയർ ചോദിച്ചു കാശ് വാങ്ങി അവന്റെ. അതിന്റെ പ്രശ്നമാണ് അത്. അണ്ണ ചെറിയ മിസ്അണ്ടർസ്റ്റാൻഡിംഗിന്റെ പ്രശ്നമാണ്. ഇതിപ്പോ നിങ്ങൾ കേട്ടതിന്റെ പ്രശ്നമാണ് കോച്ച്. നിന്റെ വിഷമം എന്താ? അതാണ് എന്റെ ചോദ്യം. കോച്ചിനോട് സംസാരിക്കുമ്പോഴത്തേക്ക് ഞാൻ ഗ്യാങ്ങിനൊട്ടും ഇതല്ല, ഞാൻ ഭയങ്കര കള്ളത്തരം ചെയ്യുന്ന ആളാണെന്നൊക്കെ പറഞ്ഞാണ് കോച്ച് സംസാരിക്കുന്നത്. കോച്ച് ഇത് അണ്ണ ഇത് ഭയങ്കര വിഷമമാണ് കാര്യമാണ്. ഞാൻ കോച്ചിനെ അങ്ങനെയല്ല അണ്ണ. കണ്ട അണ്ണ കണ്ട ഒരു റൂഡ് രീതിയിലല്ല അണ്ണ. കണ്ട ഇത് ഓക്കെ കോച്ച്, ഇത് ഓക്കെ. പക്ഷെ കോച്ച് എപ്പോഴും സംസാരിക്കുന്നത് ഭയങ്കര ഇത് വിഷമുണ്ടാക്കണം കോച്ച്. നമ്മള് ഗ്യാങ്ങിന് വേണ്ടി ഇത്ര സത്യസന്ധമായി നിന്നിട്ട് അപ്പൊ ഉണ്മയെ ഉളച്ചവங்களுக்கு വലിക്കണ്ട അത്ര ഉള്ളൂ. ഇത് കുത്തി പറയണ അണ്ണാ. കോച്ചിലൊന്നും പറയണില്ലല്ലോ. എന്ത് കുത്തുന്ന പോലെ നിന്നെ പോലത്തെ കുറെ ഡാൻസുകൾ ഉള്ളത് കൊണ്ടാണ് ഇവിടെ ആരും ഒന്നും ചെയ്യാൻ പറ്റില്ല. പുള്ളി തമാശക്ക് പറയണതാ. നിന്നെ പോലത്തെ കാരണമാണ് ഒരാൾ ഇവിടെ സത്യം പറയാം. എന്തെങ്കിലും ഇനിഷ്യേറ്റീവ് എടുത്ത് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവരെ ഇങ്ങനെ കുറ്റപ്പെടുത്തി ചാറ്റിലും താറ്റി ഇതാക്കി ഒന്നുമില്ല. ഡെയിലി കുറെ PVP മാത്രം. നിനക്കൊക്കെ അതേ പറഞ്ഞിട്ടുള്ളൂ. നിനക്കൊക്കെ ഡെയിലി ആൾക്കാർ ഇരുന്ന് തള്ളക്കി വിടുന്നു, കോൺട്രവേഴ്സി ഉണ്ടാകുന്നു, തല്ലുണ്ടാകുന്നു, അടി ഉണ്ടാകുന്നു മാത്രം കാണണം. ഇതിപ്പോ ഒരു അബദ്ധം പറ്റിയ ഉച്ചയാണ് നിന്നെ പോലത്തെമാരോട് എനിക്ക് സത്യം പറഞ്ഞത്. എനിക്ക് നിന്നെ പോലത്തെമാരെ ചാറ്റി കാണുന്നത് എനിക്ക് വലിയ സത്യം പറഞ്ഞത്. ഒരു ഗുണവും ഇല്ലാത്തവന്മാര് പഠിപ്പിക്കാൻ വേണ്ടിട്ട് നിനക്കൊക്കെ ഒരു PC മേടിച്ചാൽ ഒരു കടയിൽ പോയി PC ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഒരു ഗ്യാങ് ഉണ്ടാക്കി അങ്ങനെ കളിപ്പിക്കടാ. നീ അങ്ങനെ കളിപ്പിക്ക്. നിനക്കൊക്കെ അത്രയ്ക്ക് ഇതുണ്ടെങ്കിൽ ഒരു PC മേടിക്ക് കടയിൽ പോയി. എന്നിട്ട് മേടിച്ചിട്ട് ഒരു ഗ്യാങ് ഉണ്ടാക്കിയിട്ട് അവരെ നിനക്ക് ഇഷ്ടം പോലെ കളിപ്പിക്ക്. ഹലോ 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 ആരാ? ഹലോ ഇതെന്താ ഇത്? ഇപ്പൊ മസിൽ മെമ്പർ തിരിഞ്ഞു കേട്ടാ. ഓൾട്ടിൽ വരെ ഞാനിപ്പോ വീഡിയോസിൽ ചെക്കാൻ തുടങ്ങിയത് വീഡിയോ സംസാരിക്കാൻ. ഞാൻ ഞാൻ കാര്യം പറഞ്ഞേ ഉള്ളൂ ബ്രോ. എനിക്ക് ഇങ്ങനത്തെ ചാറ്റിലത്തെ ഈ ചാറ്റിൽ ഇങ്ങനത്തെ വിഷയങ്ങൾ കുറെ പേരുണ്ട്. ഹലോ
ഹലോ എന്റെ പൊന്നു സഹോദര കേക്കാവോ? ആ പറടാ. അണ്ണാ ഇതിപ്പോ ഏത് മലയിലാണ് കേറാ? അല്ല നമുക്ക് മലയില് കേറണ്ടേ? ഏത് മല? സെർവറിന്റെ ചോദിച്ചിട്ട് അല്ല മലക്ക് പോണ്ടേ? ഏത് മലയിലാ കയറണ്ടേ? ചില്ലിയാട്. അങ്ങനല്ല, ഇതിപ്പോ ഇവന്റിന് പങ്കെടുക്കട്ടെ. അതിനുവേണ്ടി വിളിച്ചു. അത് പോവാ. അല്ല അതല്ല സിറ്റിയിൽ പോണ്ടേ? ഇത് ഇവന്റെ ഇന്നത്തെ കാര്യം. ഇപ്പം എത്ര ദിവസം കഴിഞ്ഞിട്ടാണ്? ഞാൻ 70 കഴിഞ്ഞാ മലക്ക് പോന്നെ. ഓക്കെ അണ്ണാ, അങ്ങനെ നടന്ന് ചില്ലിയാട് കയറാം. നമുക്ക് ഇവിടെ ഞാൻ മുകളിലുള്ള സെറ്റാക്കാം. പിന്നെ നമുക്ക് കേറാം. സിറ്റിക്കകത്ത് ഒരു ശബരിമല അറബി ഇവിടെ നടന്നു വരുമ്പോഴത്തേക്ക് 2 ദിവസം എടുക്കും. പക്ഷെ ഇല്ലില്ല, നമുക്ക് ഇവിടുന്ന് മേലോട്ട് അങ്ങ് കേറാം. ഇവിടുന്ന് മേലോട്ട് കേറാം. മലര് താഴേന്ന് അങ്ങ് കേറാം. കണ്ടും പോണേ. ഈ വട്ടം കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നതിനല്ല അടിക്കും ഞാൻ, ഉള്ള ഒരു സംശയമില്ല. പിന്നെ എന്തൊക്കെ കാണിക്കുന്ന അമ്പലത്തിൽ നിന്ന് എന്തൊക്കെ ഇതെല്ലാം കാണിക്കുന്ന ഓരോരുത്തര്, എന്തോ ഒരു ജസ്റ്റ് നമ്മൾ നടന്നു പോണത് കാണിക്കാൻ പറ്റൂലേ? ഓരോരുത്തന്മാര് നാട്ടില് മറ്റേ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിട്ട് കലാപം വരെ ഉണ്ടാക്കിയത് ഇപ്പൊ കേരളത്തില്. പിന്നെയാണ് ഇനി ഒരു ജസ്റ്റ് നമ്മൾ ഇതൊരെണ്ണം കാണിച്ചു ചെയ്യുന്നത്. എനിക്ക് വഴിതെറ്റി പോകുന്ന സംശയം. എനിക്ക് നമ്മളെ ഗ്യാങ്ങി വന്നിട്ട് കുറെ പേര് വഴിതെറ്റിയിട്ടുണ്ടോ? എനിക്ക് ആ പേടിയേ ഉള്ളൂ സത്യം പറഞ്ഞ കോച്ചിന്റെ കാര്യത്തില്. ആരാ ഈ പറയുന്നേ? അണ്ണാ ഈ അനാവശ്യ കമ്പനികൾ കുറെ ഇങ്ങേരിക്കും ഉണ്ടെന്നുള്ള രീതിയിലൊക്കെ അറിയുന്നുണ്ട് ഞാൻ. ഇത് ആരാ പറയുന്നേന്ന് മാത്രമാണ് എനിക്ക് മനസ്സിലാവാത്തത് ചന്ദ്ര. അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോ ഈ നീകനോടൊക്കെ നിന്നോട് മിണ്ടല്ലെന്ന് പറയില്ലേ? ചന്ദ്രനെ അങ്ങനെയല്ല, നമ്മളങ്ങനെയല്ല ചന്ദ്രനെ കാണുന്നത്. നമ്മളൊരു റോൾ മോഡലാണ്. എന്റെ റോൾ മോഡലാണ്. ഇത്ര സത്യസന്ധമായി നമുക്ക് ഗ്യാങ്ങിനോട് ഇരിക്കുന്നവരുണ്ട്. എനിക്ക് ഇതിൽ കൂടുതൽ അഭിപ്രായം പറയാനില്ല. കാരണം എന്ന് വെച്ചാൽ ഇത് ആൾക്കാർ ഇങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ചു വെച്ചിരിക്കുക. ഹലോ ഹലോ, കേൾക്കുന്നുണ്ടോ? കേക്കാം. ഇത് സൗദിയിലെ സൽമാൻ ഷെയ്ഖിന്റെ പാലസിൽ നിന്നാണ് വിളിക്കുന്നത്. കേൾക്കുന്നുണ്ടോ? എവിടെന്നാ വിളിക്കുന്നത്? സൗദിയിലെ സൽമാൻ ഷെയ്ഖിന്റെ പാലസിൽ നിന്നാണ്. നീ ഇനി എവിടുന്നൊക്കെയാ വിളിക്കുന്നതെന്ന് പറഞ്ഞാലും നിന്റെ ഈ ശബ്ദം ഇല്ലേ, ഇതെനിക്ക് കേട്ടാൽ അറിയാം. കാരണം കോടതിയിലും വഴക്കും കേസും ഒക്കെ ആയിട്ട് ഞാൻ കുറെ കേട്ട് മനസ്സിലാക്കിയതല്ലേ ഇത്. റോങ് നമ്പറാണേ, സോറി. ഒരു കൊച്ചിന്റെ അല്ലാതെ രണ്ടാമത്തെ ഒരു കൊച്ചിന്റെ ശബ്ദം കൂടെ ഞാൻ അവിടെ കേട്ടു. ഇനി അതിന് തന്തയെ കണ്ടുപിടിക്കാനായിരിക്കും ഇവള് വിളിക്കുന്നത്. ആരാണ് ഇടക്കിടക്ക് വിളിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പഴയ അവള് വിളിച്ചടാ. ആരാണ്? കൺമണി സീരിയല് വേറെ കെട്ടി പ്രസവിച്ചെന്നാണല്ലോ അറിഞ്ഞത്. നോക്കട്ടെ. അങ്കമ്പാടി തുടങ്ങി. അത് 2 ടീമായിട്ടാണ് ഇപ്പൊ പോവാൻ പോണത്. ഫോൺ മേനിയൊക്കെ ഫോൺ അടിക്കട്ടോ. ഫോൺ അടിക്കട്ടോ. ഫോൺ എടുക്കുന്നില്ല. ബ്ലോക്ക് അല്ലെങ്കിൽ വേറെ കേസ പറയാല്ലേ. ഇപ്പൊ ഒന്നാമതേ പിള്ളേരൊക്കെ ഇതാണ് അച്ഛനെന്നൊക്കെ പറയാൻ നടക്കണത്. റിയൽ മണി വെച്ച് സാബ്ഗുരു ഇൻഗെയിമെ പൈസയാക്കി കഷ്ടപ്പെട്ട് ഗ്രൈൻഡ് ചെയ്ത് പൈസയാക്കി ഓപ്ഷൻ വരുന്നവരോട് നല്ല നല്ല RP അല്ലേ സാബ്ഗുരു ഒക്കെ നശിപ്പിക്കുന്നത്. ജസ്റ്റ് തിങ്ക് KV അടുത്ത് നിന്ന് സാബ്ഗുരു പമ്പെടുക്കുന്ന പോലെ പണ്ട് TV ഗൺഷോ പാരല് ഇതുപോലെ കൊണ്ടുപോയാൽ നമുക്ക് നല്ലൊരു RP കിട്ടുമായിരുന്നു. ജസ്റ്റ് തിങ്ക് അണ്ണാ, നോ ഹേറ്റ്. സിദ്ധു ബ്രോ, ഞാനൊരു കാര്യം പറയട്ടെ. എനിക്ക് അങ്ങനത്തെ ഒരു എനിക്ക് അങ്ങനെ ഒരു സാധനം ഇല്ല. എനിക്ക് അവരെ വെച്ചിട്ട് പുള്ളിയുടെ കയ്യിൽ നിന്ന് പമ്പ് മേടിക്കണമെന്നുള്ളൊരു സംഭവം ഇല്ല. പുള്ളി ഇവിടെ, ഞാനൊരു കാര്യം പറയട്ടെ, ഇവിടെ നമുക്ക് ഈ റിയൽ ലൈഫ് ഫണ്ട് വെച്ചിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതായത് എന്തൊക്കെയോ വാങ്ങിക്കാനും അത് ഇതാക്കാനും ഓരോന്ന് ബിസിനസ് റൺ ചെയ്യാനും എല്ലാം. ഈ പറഞ്ഞത് ശരിയാ, ഞാൻ തെറ്റെന്നൊരിക്കലും പറഞ്ഞില്ല. പക്ഷെ നമ്മൾ സെർവർ മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യം കൂടി നോക്കണ്ടേ? സെർവർ റൺ ചെയ്യണ കാശ് ആര് തരും ഗൈസ്? ഇത് പേ ടു പ്ലേ എന്ന് പറഞ്ഞൊരു സാധനം കൊണ്ടുവന്ന് ഇതിനകത്ത് എത്ര പേര് പൈസ കൊടുക്കും? നമുക്ക് 2 സൈഡും നോക്കണം ഗൈസ്. ഇവർക്ക് സെർവർ റൺ ചെയ്യാനുള്ള പൈസ വേണ്ടേ? ഇവർക്ക് സെർവർ റൺ ചെയ്യാനുള്ള പൈസ ഇവരെ പോലത്തെ ഗെയിമിനകത്ത് മുടക്കാൻ, ഈ GTA അതൊക്കെ മുടക്കിയിട്ട് എന്ത് കിട്ടാനാണെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? PUBG ഒക്കെ അറ്റ്ലീസ്റ്റ് സ്കിൻസ് പെർമനന്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഇതാവും, നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടേ. ഇത് സെർവർ മാറിയാൽ നാളെ ഈ സെർവർ നടത്തുന്നവർ ഇത് റൺ ചെയ്യുന്നില്ലെന്ന് തീരുമാനിച്ചാൽ എന്ത് ചെയ്യും?
ഒന്നും ചെയ്യാനില്ല. അപ്പൊ നമുക്ക് ഇതുപോലത്തെ ആൾക്കാർ വേണം. പക്ഷെ ഞാൻ പറയണത് ശരിയാ, അതിനൊരു സംഭവം കൊണ്ടുവന്നേ പറ്റത്തുള്ളൂ. അല്ലാതെ എനിക്ക് ഇങ്ങനത്തെ ആൾക്കാരെ നമുക്ക് കൊണ്ടുവരുന്നതിനനുസരിച്ച് സെർവറിൽ ഗ്രൈൻഡ് ചെയ്യുന്ന ആൾക്കാരുടെ വില പോകും എന്നുള്ളൊരു സാധനം ഇല്ല. ഇവരുണ്ടെങ്കിലേ സെർവറിൽ ഗ്രൈൻഡ് ചെയ്യാൻ സെർവർ ഉണ്ടാവുള്ളൂ. അതാണ് പ്രശ്നം. അതും കൂടെ നമുക്ക് നോക്കണം. അല്ലാതെ ഞാൻ അങ്ങനെ ഒരിക്കലും മറ്റേ പേ ടു വിൻ എന്ന് പറയുന്ന ഒരു സംഭവം എനിക്ക് ചെയ്യാൻ ഒട്ടും താല്പര്യമില്ല. ഞാൻ അങ്ങനെ ചെയ്യത്തൂല്ല. എനിക്ക് അങ്ങനെ ചെയ്യാൻ ഒട്ടും താല്പര്യമില്ല. ഇതിപ്പോ എന്താ ഇത് 4 പേരെ ടീം 4 പേര് ആരൊക്കെയാ പറ? എന്തായാലും ഞാൻ വണ്ടി കയറും. എന്നെ ഒരാളായിട്ട് കൂട്ടണ്ട. കുറച്ച് മെച്ചൂർഡായിട്ട് പെരുമാറും മാമ. ചന്ദ്രൻ അളിയൻ എല്ലാവർക്കും വ്രതം കൊടുക്കുക. നോട്ട് ബാഡ്. അത് കൊള്ളാം. നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഞാൻ വാസുണ്ണ ബുദ്ധിയുള്ളവരായോണ്ട് ഞാൻ വാസുണ്ണ ഇപ്പൊ നമ്മള് ഐക്യം വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ വാസുണ്ണ ഇപ്പത്തേക്ക് ഇപ്പൊ ഇതായി ബാലൻസ് ആയി. പിന്നെ ഇനി ഗൺപോറുണ്ട്. ഇപ്പൊ ഞാൻ കേക്കണം ഗൈസ്. ഇനി നമുക്ക് ഇവൻ എന്തോ വലുത് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ചന്ദ്രൻ. ഹലോ ഹലോ കേക്കുന്നില്ല കേക്കാവോ? ഹലോ കേക്കാവോ? കേക്കുന്നില്ല എനിക്ക്. ഹലോ ഹലോ